ട്രംപിനും പാർട്ടിക്കും അത്ര നല്ല കാലമല്ല. യുഎസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറിയെങ്കിലും പിന്നീട് അമേരിക്കയിൽ നടന്ന സുപ്രധാന തെരഞ്ഞെടുപ്പുകളിൽ കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. ട്രംപിന്റെ രണ്ടാം ടേമിൽ ഡെമോക്രാറ്റുകൾക്ക് കിട്ടിയ അപ്രതീക്ഷിത വിജയങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യൻ അമേരിക്കൻ ഡെമോക്രാറ്റുകളുടെ ഉയർച്ച, ട്രംപിന് ജനങ്ങൾ നൽകിയ മറുപടിയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ട്രംപിന്റെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ സ്വപ്നത്തിനേറ്റ തിരിച്ചടിയായിരുന്നു ന്യൂയോർക്ക് സിറ്റി, സിൻസിനാറ്റി, വിർജീനിയ എന്നിവിടങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റുകൾ നേടിയ വിജയം. മുന്നിൽ നിന്നതാകട്ടെ ഇന്ത്യൻ വംശജരും. തന്റെ പ്രതാപകാലം തിരിച്ചുപിടിക്കാൻ ഇനി ട്രംപിന് കഴിയുമോ? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. 2024 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ട്രംപ് വൈറ്റ് ഹൌസിലേക്ക് തിരിച്ചെത്തിയത് ഡെമോക്രാറ്റുകളുടെ തകർച്ചയെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ്. കമലാ ഹാരിസിന്റെ പരാജയമടക്കം ഡെമോക്രാറ്റിക് പാർട്ടിക്ക് വലിയ തിരിച്ചടിയായിരുന്നു. ആ കുറവ് 2025 ഓഫ് ഇയർ ഇലക്ഷനുകളിൽ നികത്തിയിരിക്കുകയാണ് പാർട്ടി. ന്യൂയോർക്ക് സിറ്റി മേയർ പദവി, വിർജീനിയ ലഫ്റ്റനന്റ് ഗവർണർ തെരഞ്ഞെടുപ്പ്, ഹൌസ് സീറ്റുകൾ എന്നിവയെല്ലാം ഡെമോക്രാറ്റുകൾ തൂത്തുവാരി. ഇന്ത്യൻ അമേരിക്കൻ വോട്ടർമാരുടെ പിന്തുണയായിരുന്നു ഇതിന് സഹായമായത്. കാർണഗി എൻഡോമെന്റിന്റെ 2024 ഒരു സർവേ അനുസരിച്ച് ഇന്ത്യൻ അമേരിക്കന്മാരിൽ 60% പിന്തുണച്ചത് ഡെമോക്രാറ്റുകളെ ആയിരുന്നു. പക്ഷേ ട്രംപിന്റെ H-1B വിസ നയങ്ങൾ കാരണം അദ്ദേഹത്തിനൊപ്പം നിൽക്കേണ്ടി വന്നു ചിലർക്ക്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ആ കാലാവസ്ഥ ആകെ മാറി. ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയങ്ങൾക്കെതിരെ ജനങ്ങൾ ശക്തമായി നിലകൊള്ളുന്നതാണ് കണ്ടത്. ന്യൂയോർക്ക് സിറ്റിയിൽ ട്രംപ് പിന്തുണ നൽകിയ മുൻ ഗവർണർ ആൻഡ്രൂ ക്യൂമോയെ പരാജയപ്പെടുത്തി സൊഹ്റാൻ മന്ദാനി നേടിയ മിന്നും ജയം കനത്ത തിരിച്ചടി തന്നെയാണ്. ന്യൂയോർക്ക് മേയർ സ്ഥാനത്തേക്ക് എത്തുന്ന ആദ്യ ഇന്ത്യൻ വംശജനും ആദ്യ മുസ്ലിമുമാണ് മന്ദാനി. ന്യൂയോർക്കിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന പദവി 34-കാരനായ മന്ദാനിക്ക് സ്വന്തം. മുൻ ഗവർണർ ആൻഡ്രൂ ക്യൂമോയെ ഏകദേശം 9% വോട്ടിന്റെ വ്യത്യാസത്തിലാണ് പരാജയപ്പെടുത്തിയത്. റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയായി കർട്ടിസ് ലീവ മത്സരരംഗത്തുണ്ടെങ്കിലും ട്രംപിന്റെ ഔദ്യോഗിക പിന്തുണ ബലാത്സംഗ കേസിൽ ഉൾപ്പെട്ട ക്യൂമോയ്ക്കായിരുന്നു. മന്ദാനി വിജയിച്ചാൽ അത് ന്യൂയോർക്കിന്റെ വിപത്താകുമെന്നും നഗരത്തിനുള്ള ഫെഡറൽ സഹായം നിലച്ചേക്കുമെന്നും ഭീഷണി വരെ മുഴക്കിയിരുന്നു ട്രംപ്. ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നിലപാടുകൾക്കെതിരെയും ഗസ വിഷയത്തിൽ ഇസ്രായേലിനെതിരെയും ശബ്ദമുയർത്തിയ മന്ദാനിയെ കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തൻ എന്നാണ് ട്രംപ് വിളിച്ചത്. മന്ദാനിയുടെ വിജയം ന്യൂയോർക്കിനെ കമ്മ്യൂണിസ്റ്റ് ക്യൂബയോ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് വെനസ്വേലയോ ആക്കി മാറ്റുമെന്നും ന്യൂയോർക്ക് നിവാസികൾ ഫ്ലോറിഡയിലേക്ക് പലായനം ചെയ്യേണ്ടി വരുമെന്നും തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ ട്രംപ് പ്രതികരിച്ചിരുന്നു. ട്രംപിന്റെ കുടിയേറ്റ നയങ്ങളെയും സ്വേച്ഛാധിപത്യ പ്രവണതകളെയും നേരിടുന്നതിലായിരിക്കും തന്റെ പ്രധാന ശ്രദ്ധ എന്ന് മന്ദാനി വ്യക്തമാക്കി കഴിഞ്ഞു. നേർക്കുനേർ നിന്ന് എതിരിടാനാണ് ട്രംപിന്റെയും തീരുമാനം. ഇതിനു പുറമെ വിർജീനിയയിലും ഇന്ത്യൻ വംശജയായ ഒരു സ്ത്രീ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറി. വിർജീനിയയുടെ ആദ്യ ഇന്ത്യൻ അമേരിക്കൻ ലഫ്റ്റനന്റ് ഗവർണറായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്റ്റേറ്റ് സെന്ററായ ഗസാല ഹാഷ്മിയാണ്. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ജോൺ റീഡിനെ പരാജയപ്പെടുത്തി ഗസാല ചരിത്രം കുറിച്ചു. ഈ പദവിയിലെത്തുന്ന ആദ്യ മുസ്ലിം കൂടിയാണിവർ. 2019 വിർജീനിയ സെനറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മുസ്ലിം സ്ത്രീ കൂടിയാണ് ഗസാല. വിദ്യാഭ്യാസം, ആരോഗ്യം, സ്ത്രീകളുടെ അവകാശങ്ങൾ എന്നിവയിൽ ഊന്നിയായിരുന്നു ഇവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. 2019 ഗസാല ഹാഷ്മി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. വിർജീനിയ ജനറൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയെ അട്ടിമറിച്ചായിരുന്നു ജയം. ഹൈദരാബാദിൽ ജനിച്ച ഗസാല തന്റെ 4-ാം വയസ്സിൽ മാതാവിനൊപ്പമാണ് അമേരിക്കയിലെത്തിയത്. ട്രംപിന്റെ സൗത്തേൺ സ്ട്രാറ്റജിക്ക് കിട്ടിയ തിരിച്ചടിയായിരുന്നു ഗസാലയുടെ വിജയമെന്നാണ് വിലയിരുത്തൽ. ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവിൽ സീറ്റ് നിലനിർത്തിയ ആഫ്താബ് പുരവലും ഡെമോക്രാറ്റുകളുടെ പ്രതീക്ഷകൾ വാനോളം ഉയർത്തി. രോഖന്ന, സുദീപ് റെഡ്ഡി, അമര ജെഡി, ശ്രുതി കുമാർ തുടങ്ങി മറ്റ് 4 ഇന്ത്യൻ അമേരിക്കൻ ഡെമോക്രാറ്റുകളും കോൺഗ്രസിൽ വിജയിച്ചു കയറി. സിൻസിനാറ്റി മേയറായ ആഫ്താബ് പുരവാലിന്റെ പിതാവ് പഞ്ചാബിൽ നിന്നാണ്. US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ അർദ്ധ സഹോദരൻ കോറി ബോമാനെ പരാജയപ്പെടുത്തി 2ാം തവണയാണ് ആഫ്താബ് ഇവിടെ തിരഞ്ഞെടുക്കപ്പെടുന്നത്. ട്രംപ് യുഗത്തിന് പിന്നാലെ ഒരു പുതിയ തലമുറ തന്നെ നേതൃനിരയിൽ ഉയർന്നു വരികയാണ്. ട്രംപിന്റെ താരിഫ്, കുടിയേറ്റ നയങ്ങളിൽ ജനങ്ങൾക്കുണ്ടായ അസംതൃപ്തി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. 2026 ഇടക്കാല തെരഞ്ഞെടുപ്പിലും 2028 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും ട്രംപിനും പാർട്ടിക്കും തിരിച്ചടി നേരിടേണ്ടി വന്നേക്കാമെന്നും വിലയിരുത്തലുകളുണ്ട്.